നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ നൂഡിൽസ് ആണ്. ഇത്ര എളുപ്പത്തിലൊരു ടേസ്റ്റി ചിക്കൻ നൂഡിൽസ് ഒരുപക്ഷെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ചിക്കൻ നൂഡിൽസിന് വേണ്ടി ചിക്കൻ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കോരുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഒരു 3-4 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പം നല്ല ടേസ്റ്റി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ച് മാറ്റണം. അതിനുവേണ്ടി ഇവിടെ ഏതാണ്ട് 2 ലിറ്ററിനടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 200 ഗ്രാമിനടുത്ത് നൂഡിൽസാണ് വേവിക്കാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് രണ്ടാക്കിയിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ നൂഡിൽസ് നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കാവുന്നതാണ്. അതായത് അതിന് വേണ്ടിയുള്ള ചിക്കനും വെജിറ്റബിൾസുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വേവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം. നുറുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി മിക്കവരും ഇതിൻ്റെ വേവ് അല്പം കുറച്ചായിരിക്കും എടുക്കുക. ഞാൻ കുറച്ചും കൂടെ വേവിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വേഗണത് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വേവിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരുവിധം വേവായിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. എന്നാലും ഒരുവിധം നുറുങ്ങാതെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ടാപ്പിൻ്റെ ചോട്ടിൽ കാണിച്ചാലും മതി. ഇനി നമുക്ക് ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 300 ഗ്രാമിനടുത്ത് ചിക്കൻ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഈ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് പീസ് ചിക്കൻ ആണെങ്കിൽ വേകാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ചിക്കൻ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ചിക്കൻ എല്ലാം ഒരുപോലെ വെന്ത് വരാനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിക്കൻ പീസ് കഴിച്ചു വെക്കാം, വെന്തോ ഇല്ലയോ എന്ന്. വെജിറ്റബിൾസിനൊപ്പം ഇത് വേവിക്കുമ്പം ഒന്നും കൂടെ ചിക്കൻ വെന്ത് വന്നോളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കണേന്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മുട്ടയും കൂടി ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കോഴിമുട്ടയുടെ ഉണ്ണി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണേന്. മുട്ടയിട്ടതിന് ശേഷം ഉടനെ ഒന്ന് ഇളക്കരുത്. ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടായിരിക്കും നമുക്കിത് വെന്ത് വരിക. ഒന്ന് സെറ്റായതിന് ശേഷം അതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ പീസായിട്ട്, കുറച്ച് നീളത്തിലുള്ള പീസായിട്ട് മുട്ട നമുക്ക് കിട്ടും. അപ്പോൾ മുട്ട ഒന്ന് സെറ്റായതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് 1 മിനിറ്റ് നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇനി ഇത് വെക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സവാളയും 2 ക്യാരറ്റും കുറച്ച് ക്യാബേജും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാനായിട്ട്. ഓയിൽ വേണമെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏതാണ്ട് 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പം ഇത് ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2 കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ 2 കയ്യിലും ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉടയാതെ നമുക്ക് കിട്ടിക്കോളും. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്